കൊട്ടാരക്കര പുത്തൂരിൽ 16-കാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിന്റെ തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം പെൺകുട്ടി എത്തിച്ച മുറിയിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തി. രാജൻ ബാബു താന്ത്രിക വിദ്യകൾ പഠിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തനി തട്ടിപ്പുകാരനായിരുന്നു അയാൾ. എന്നെ കുടിക്കുന്നവര് അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തൊരു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ കാര്യം നടന്നേക്കുന്നത്. തെളിവ് ഈ സ്റ്റീഫനും അവർ ടീമുമായിട്ട് കൂടാതെ നടത്തിയതിൻ്റെ എല്ലാം തെളിവ് കിട്ടിയിട്ടുണ്ട്. DYSPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DYSP അതിൻ്റെ അന്വേഷണം സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാധയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെൺകുട്ടി തലയിടിച്ച് വീണതാണ് പരുക്കേൽക്കാനുള്ള കാരണമെന്നാണ് മുരാരി തന്ത്രി തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞത്. അടച്ചിട്ട മുറിയിൽ എന്ത് ബാധ ഒഴിപ്പിക്കലെന്ന അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിന് പക്ഷേ മറുപടി ഉണ്ടായിരുന്നില്ല. തെളിവെടുപ്പ് സമയത്തും തന്നെ കുടുക്കിയതെന്ന് ആവർത്തിക്കുകയായിരുന്നു പ്രതി. രാജൻ ബാബു താന്ത്രിക വിദ്യകൾ പഠിച്ചിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം നടത്തുന്നുണ്ട്. പെൺകുട്ടിയെ ആക്രമിച്ചത് മുൻകൂട്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇയാൾക്കെതിരെ മറ്റു പരാതികളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. രാജൻ ബാബുവിന്റെ ആക്രമണത്തിനിരയായ പെൺകുട്ടി ക്രൂരമായ മർദ്ദനം നേരിട്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു. പൂജാമുറി എന്ന പേരിൽ മുരാരി തന്ത്രി പെൺകുട്ടിയെ കൊണ്ടുപോയത് ബെഡ്റൂമിലേക്കാണെന്നും ഇവിടെ വെച്ച് മർദ്ദനത്തിനിരയാക്കിയെന്നും പെൺകുട്ടിയുടെ ബന്ധു മൊഴി നൽകിയിട്ടുണ്ട്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.